ധർമ്മസ്ഥലയിലെ വ്യാജ വെളിപ്പെടുത്തൽ കേസിൽ മനാഫിന് സംരക്ഷണമൊരുക്കി സംസ്ഥാന സർക്കാർ. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മുന്നിൽ ഹാജരാകാൻ പോലീസ് സംരക്ഷണമൊരുക്കും. സിറ്റി പോലീസ് കമ്മീഷണർ സംരക്ഷണം ഉറപ്പ് നൽകിയെന്ന് മനാഫ് പറഞ്ഞു. തിങ്കളാഴ്ച SITക്ക് മുന്നിൽ മനാഫ് ഹാജരാകും. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നു. അനഘ, വിചിത്രമായിട്ടുള്ളൊരു വെളിപ്പെടുത്തലാണ് മനാഫിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. കർണാടക സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് മനാഫിനെ വിളിപ്പിച്ചിരിക്കുന്നത്. പിന്നെന്തിനാണ് കേരള പോലീസ് മനാഫിന് സംരക്ഷണം ഒരുക്കുന്നത്? അനിൽ നമ്പ്യാർ, ധർമ്മസ്ഥല വ്യാജ വെളിപ്പെടുത്തൽ കേസുമായി ബന്ധപ്പെട്ട് യൂട്യൂബറായിട്ടുള്ള മനാഫിന് ചോദ്യം ചെയ്യാനായി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ ഹാജരാകാനുള്ള നോട്ടീസ് കഴിഞ്ഞ ദിവസം ലഭിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ്, അതായത് മനാഫ് പറയുന്നതനുസരിച്ചാണെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ തന്നെ ഇങ്ങോട്ട് വിളിച്ചു, തനിക്ക് സംരക്ഷണം ഒരുക്കണം, മനാഫ് ഈ രീതിയിൽ പോയാൽ പോരാ, പ്രത്യേക സംരക്ഷണം ഉണ്ടാകണം എന്ന് തന്നെ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു എന്നാണ് മനാഫ് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ മനാഫ് ഇന്ന് കോഴിക്കോട് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും മാത്രമല്ല ഈ മനാഫ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും ചെയ്തു. പോലീസ് ഉറപ്പ് നൽകി തനിക്ക് ഇത്തരത്തിൽ ഈ ധർമ്മസ്ഥലയിലേക്ക് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകാൻ ഉള്ള എല്ലാ സംരക്ഷണവും സർക്കാർ വൃത്തങ്ങൾ പോലീസ് നൽകുമെന്ന് തനിക്ക് ഉറപ്പ് നൽകി എന്നുകൂടി മനാഫ് പറയുന്നുണ്ട്. അതായത് കർണാടക സർക്കാരാണെങ്കിൽ കർണാടക പോലീസാണ്, പ്രത്യേക അന്വേഷണ സംഘമാണ് മനാഫിനെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ എന്തിനാണ് ഈ സംസ്ഥാന സർക്കാർ മനാഫ് ഒരു പിന്തുണ കൊടുക്കുന്നത്, അല്ലെങ്കിൽ മനാഫിന് എന്തിനാണ് സംരക്ഷണം ഒരുക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാർ ഒരുക്കാൻ മുൻകൈ എടുക്കുന്നത് എന്നതാണ് ഇവിടെ വിചിത്രമായിട്ടുള്ള വാദം. മാത്രമല്ല പോലീസ് സംരക്ഷണയിലായിരിക്കും താൻ ഈ ചോദ്യം ചെയ്യലിന് കർണാടകയിലെ ആ പ്രത്യേക അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ എത്തുക എന്നുകൂടി മനാഫ് പറയുന്നുണ്ട്. മാത്രമല്ല ഈ മനാഫ് ഇന്ന് പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്. താൻ അത്തരത്തിൽ ഈ പോലീസിന്റെ സംരക്ഷണയിൽ ഈ കർണാടകയിലേക്ക് പോയാൽ അത് തനിക്ക് ഇവിടെ ഈ രീതിയിൽ സർക്കാരിന്റെ പിന്തുണയുണ്ട് എന്നൊരു ബോധ്യപ്പെടുത്തൽ കൂടിയായിരിക്കും അത് എന്നുകൂടി മനാഫ് പറയുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസമായിരുന്നു ഈ നോട്ടീസ്, ഈ വ്യാജ വെളിപ്പെടുത്തൽ കേസിൽ, ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് വ്യാജ വെളിപ്പെടുത്തൽ കേസിൽ കഴിഞ്ഞ ദിവസമാണ് പ്രത്യേക അന്വേഷണ സംഘം മനാഫിന് നോട്ടീസ് അയച്ചത്. ഈ നോട്ടീസ് പ്രകാരം ഇന്നലെ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ മനാഫ് കഴിയില്ല എന്ന് പറഞ്ഞു. അതിനെ തുടർന്ന് ഈ തിങ്കളാഴ്ച ഹാജരാകാനാണ് മനാഫിനോട് പറഞ്ഞിരിക്കുന്നത്. അതിനെ തുടർന്നാണ് മനാഫിനോട് അങ്ങോട്ട് വിളിച്ച് സംസ്ഥാന സർക്കാർ സംരക്ഷണം നൽകാം എന്ന് പറഞ്ഞിരിക്കുന്നത്. അനിൽ നമ്പ്യാർ, ധർമ്മസ്ഥലയിലെ വ്യാജ വെളിപ്പെടുത്തൽ കേസിൽ മനാഫിന് സംരക്ഷണമൊരുക്കി സംസ്ഥാന സർക്കാർ. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മുന്നിൽ ഹാജരാകാൻ പോലീസ് സംരക്ഷണമൊരുക്കും. സിറ്റി പോലീസ് കമ്മീഷണർ സംരക്ഷണം ഉറപ്പ് നൽകിയെന്ന് മനാഫ് പറഞ്ഞു. തിങ്കളാഴ്ച SITക്ക് മുന്നിൽ മനാഫ് ഹാജരാകും. അനഘ ഹർഷനാണ് കോഴിക്കോട് നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്.